കംപ്ലീറ്റ് ആണ്, സ്റ്റെബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചേർന്നിട്ട് മോളിക്യൂൾസ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഹീലിയത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഹീലിയത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. പക്ഷേ ഓക്സിജന് അങ്ങനെയല്ല, ഹൈഡ്രജനും ഒക്കെ അത് ഡയറ്റോമിക് മോളിക്യൂളായിട്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ ഹീലിയത്തിന് നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. ഇനി മീത്തൈൻ CH4 ഒരു കാർബൺ ആറ്റം, 4 ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ 5 ആറ്റം ഉണ്ട്. ഷുഗർ C12H22O11 ആകെ നമ്പർ ഓഫ് ആറ്റംസ് 4. ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിലെ അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് അങ്ങനെയുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചും ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അവിടെ ടെക്സ്റ്റിൽ ഇത്രയും ഒരു കോളം തന്നിട്ടുണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പൊട്ടാസ്യം എലമെന്റ് ആണ്, വാട്ടർ കോമ്പൗണ്ട് ആണ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. പൊട്ടാസ്യം എലമെന്റ് വാട്ടർ കോമ്പൗണ്ട് ആണ്, അത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി ഓക്സിജൻ അത് എലമെന്റ് ആണ്, അതുപോലെ കോമൺ സോൾട്ട് അത് കോമ്പൗണ്ട് ആണ്, ഷുഗർ കോമ്പൗണ്ട് ആണ്, നൈട്രജൻ, ഹൈഡ്രജൻ, ഹീലിയം ഇതെല്ലാം എലമെന്റ്സ് ആണ്. യു നോ ദാറ്റ് there are 2 atoms in 1 molecule of hydrogen. ഹൈഡ്രജന്റെ ഒരു മോളിക്യൂൾ 2 ആറ്റം ഉണ്ട്. If so, how many atoms are there in each substance given below? അപ്പോൾ നമ്മൾ ഇനി തരുന്ന സബ്സ്റ്റൻസ് എല്ലാം അതിന്റെ മോളിക്യൂളിലൊക്കെ എത്ര ആറ്റം വീതമുണ്ട്? ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് മോളിക്യൂൾ ഓക്സിജൻ, വാട്ടർ, നൈട്രജൻ, ഹീലിയം, മീത്തൈൻ, ഷുഗർ ഇത്രയും തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓക്സിജന്റെ O2ന്റെ 2 ആണെന്നും വാട്ടറിന്റെ H2O ആ മോളിക്യൂളിന്റെ അതിലൂടെ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ 3 ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്ക് ചെയ്യാം. ഓക്സിജനിൽ O2 2 ആറ്റം, വാട്ടർ മോളിക്യൂളിൽ H2O ഹൈഡ്രജന്റെ 2 എണ്ണവും ഓക്സിജന്റെ 1 എണ്ണവും, അങ്ങനെ 3 ആറ്റങ്ങൾ. നൈട്രജൻ N2 മോളിക്യൂൾ ആണ്, അപ്പോൾ 2 ആറ്റംസ് ആണ് അതിനകത്തുള്ളത്. ഇനി ഹീലിയം നോബിൾ ഗ്യാസ് പെട്ടാണ് നമുക്കറിയാം. നമ്മൾ പീരിയോഡ് ടേബിൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. പീരിയോഡ് ടേബിളിൽ 18ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട നോബിൾ ഗ്യാസിൽപ്പെട്ട, അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണ്ട അവർക്ക്, കാരണം ഓൾറെഡി കംപ്ലീറ്റ് ആണ്, സ്റ്റെബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചേർന്നിട്ട് മോളിക്യൂൾസ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഹീലിയത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഹീലിയത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. പക്ഷേ ഓക്സിജന് അങ്ങനെയല്ല, ഹൈഡ്രജനും ഒക്കെ അത് ഡയറ്റോമിക് മോളിക്യൂളായിട്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ ഹീലിയത്തിന് നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. ഇനി മീത്തൈൻ CH4 ഒരു കാർബൺ ആറ്റം, 4 ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ 5 ആറ്റം ഉണ്ട്. ഷുഗർ C12H22O11 ആകെ നമ്പർ ഓഫ് ആറ്റംസ് 45 ആണ് ഷുഗറിലുള്ളത്. വൈ ഡു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ സ്റ്റേ ടുഗദർ? എന്തുകൊണ്ടാണ് ആറ്റംസ് ഒരുമിച്ച് നിൽക്കുന്നത്? ആറ്റംസ് സ്റ്റേ ടുഗദർ ബിക്കോസ് they are held by chemical bonds. നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നത് തന്നെ കെമിക്കൽ ബോണ്ടിങ് ആണ്. അപ്പോൾ കെമിക്കൽ ബോണ്ട്സ് ഫോം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. These bonds are formed due to the attraction between atoms, making the molecule more stable. അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടണം. അപ്പോൾ these bonds are formed due to the attraction between atoms. ആറ്റങ്ങൾ തമ്മിൽ അട്രാക്ട് ചെയ്യും. അങ്ങനെ ബോണ്ട്സ് ഫോം ചെയ്ത് നിന്നാലാണ് അതിന് സ്റ്റെബിലിറ്റി കിട്ടുക. മേക്കിംഗ് ദ മോളിക്യൂൾ മോർ സ്റ്റേബിൾ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇൻ വാട്ടർ H2O മോളിക്യൂൾ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റംസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കോവാലന്റ് ബോണ്ട്സ്. നമുക്കിനി പഠിക്കാൻ വരുന്നതാണ് എന്താണ് കോവാലന്റ് ബോണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് H2O മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. വൈ ഡു ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്? എന്തിനാണ് ആറ്റംസ് കമ്പൈൻ ടു അച്ചീവ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? യൂഷ്വലി എ കംപ്ലീറ്റ് ഔട്ടർമോസ്റ്റ് ഷെൽ ലൈക്ക് നോബിൾ ഗ്യാസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ 18th ഗ്രൂപ്പിൽ നോബിൾ ഗ്യാസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോബിൾ ഗ്യാസിൽ 18th ഗ്രൂപ്പിലെ ഹീലിയത്തിൽ മാത്രം 2, ബാക്കി എല്ലാത്തിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി ഔട്ടർമോസ്റ്റ് ഷെൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഔട്ടർമോസ്റ്റ് ഷെൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് സ്റ്റെബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സാമിന് ഫുൾ A+ കിട്ടുമെന്ന് പറഞ്ഞ പോലെ 9 A+ കിട്ടിയാൽ സ്റ്റെബിലിറ്റി ഇല്ല. അത് നന്നായി എന്നാലും പറയല്ല, എന്താ ഒന്ന് പോയത്, 10 എന്താ കിട്ടാത്തതെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആറ്റംസിന്റെ കാര്യത്തിൽ 8 ഇലക്ട്രോൺ ആയാൽ ഫുൾ മാർക്കായി, സ്റ്റേബിളായി. അപ്പോൾ ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ആറ്റംസ് കമ്പൈൻ ടു അച്ചീവ് എ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഈ ഒക്ടറ്റ്
യൂഷ്വലി കംപ്ലീറ്റ് ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ വേണം. നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത അതാണ്. അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് അവർ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ട് നിൽക്കുന്നത്. മോസ്റ്റ് ആറ്റംസ് ആർ അൺസ്റ്റേബിൾ വെൻ ദേ ഹാവ് ഇൻകംപ്ലീറ്റ് ഔട്ടർ ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നോബിൾ ഗ്യാസിനൊഴികെ ബാക്കി എല്ലാത്തിനും ഇൻകംപ്ലീറ്റ് ഔട്ടർ മോസ്റ്റ് ഷെൽ ആയതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവർ കമ്പൈൻ ചെയ്ത് നിൽക്കുന്നു. ബൈ കമ്പൈനിങ് they become more stable and have lower energy. എക്സാമ്പിൾ ആണ് സോഡിയം ആൻഡ് ക്ലോറിൻ കമ്പൈൻ ടു ഫോം സോഡിയം ക്ലോറൈഡ് NaCl ഉണ്ടാവുന്നു. അപ്പോൾ സോഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതുപോലെ ക്ലോറിൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണിന്റെ കുറവാണുള്ളത്. അപ്പോൾ ഇവർ കമ്പൈൻ ചെയ്താൽ അവിടെ NaCl സോഡിയം ക്ലോറൈഡ് എന്നൊരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായാൽ ഈ രണ്ട് ആറ്റത്തിനും സ്റ്റെബിലിറ്റി കിട്ടും. ഹൗ ഡു ആറ്റംസ് കമ്പൈൻ? ഇതെല്ലാം ആ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓരോന്നും അതിന്റെ ഓർഡറിൽ പറയുന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞാൽ ഒരേ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. ആറ്റംസ് കമ്പൈൻ ഇൻ 3 മെനി വേസ്. എങ്ങനെയൊക്കെയാ, എന്തിനാണ് ആറ്റം കമ്പൈൻ ചെയ്യുന്നത്, എന്തിനാണ് മോളിക്യൂൾസ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. ഹൗ ഡു ആറ്റംസ് കമ്പൈൻ? ആറ്റംസ് കമ്പൈൻ ഇൻ 3 മെയിൻ വേസ്. ബൈ ഷെയറിംഗ് ഇലക്ട്രോൺസ്, കോവാലന്റ് ബോണ്ട്. H2O2 H2O തുടങ്ങിയ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാകുന്നത് അവർക്ക് വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും പറ്റില്ല. അവർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. പിന്നെയുള്ളതാണ് ബൈ ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ്, അയണിക് ബോണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ NaClന്റെ ഒക്കെ എക്സാമ്പിൾ അതാണ്. അതിൻ്റെയൊക്കെ കെമിക്കൽ ബോണ്ടിങ് അതാണ്. ആ ബോണ്ട് ഫോം ചെയ്യുന്നത് ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺ. ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുന്നു. അങ്ങനെ ഇലക്ട്രോണിനെ അങ്ങോട്ട് കൈമാറ്റം ചെയ്തുകൊണ്ട് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തുകൊണ്ട് അവിടെ ഒരു ബോണ്ട് ഉണ്ടാവുന്നു. അതാണ് ഈ അയണിക് ബോണ്ട് എന്നൊക്കെ. ബൈ അട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആറ്റംസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺ, അതിനെ മെറ്റാലിക് ബോണ്ട് എന്ന് പറയും. മെറ്റൽ ആറ്റംസും ഫ്രീ ഇലക്ട്രോൺസും തമ്മിലുള്ള മെറ്റൽ ആറ്റംസിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അത് അട്രാക്ട് ചെയ്യുന്ന അട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആറ്റംസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബോണ്ട് അതിനെ പറയുന്നതാണ് മെറ്റാലിക് ബോണ്ട്. കോപ്പർ, അയൺ അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഡു ഓൾ ആറ്റംസ് കമ്പൈൻ ഇൻ ദ സെയിം വേ? എല്ലാ ആറ്റംസും കമ്പൈൻ ചെയ്യുന്ന ഒരേ മെത്തേഡിലാണോ, ഒരേ വഴിക്കാണോ? നോ. ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ഡിഫറെന്റ്ലി ഡിപ്പെൻഡിങ് ഓൺ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്താ? പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോൺസ് അത് കമ്പൈൻ അത് അവിടെയാണ് നമുക്കത് കംപ്ലീറ്റ് ആയി കിട്ടുന്നത്, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി, മെറ്റാലിക് ക്യാരക്ടർ, ഇതൊക്കെ നമുക്ക് പുറകെ പറയാനുണ്ട്. അപ്പോൾ അന്നേരം വിശദീകരിക്കാം. ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി. പിന്നെ സൈസ് ഓഫ് ദി ആറ്റംസ്, ആറ്റത്തിന്റെ സൈസ് കൂടുന്നു കുറയുന്നു. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. പീരീഡിൽ ഗ്രൂപ്പിൽ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസം, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ എനർജി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോഡിയവും ക്ലോറിനും, സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ പോകണം, ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യുള്ളൂ? ക്ലോറിൻ ഇലക്ട്രോണെ വാങ്ങിക്കുന്നു, സോഡിയം ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അപ്പോൾ ഇവർ അയോൺസ് ആയിട്ട് മാറുന്നു. അവർ കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് ആയിട്ട് നിൽക്കുന്നു. അത് അയണിക് ബോണ്ട്. ഹൈഡ്രജൻ വിട്ടുകൊടുത്ത ആർക്കും ഇല്ല. അപ്പോൾ H+H എന്തായിരിക്കും? അത് കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അതുപോലെ Cu+Cu, കോപ്പറും കോപ്പറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ മെറ്റാലിക് ബോണ്ട് ആയിരിക്കും. ഡു ഓൾ ആറ്റംസ് കമ്പൈൻ വിത്ത് അതർ ആറ്റം? ഡു ഓൾ ആറ്റംസ് കമ്പൈൻ വിത്ത് അതർ ആറ്റം? എല്ലാ ആറ്റങ്ങളും മറ്റാറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ടോ? കമ്പൈൻ ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യം വേണം. സ്റ്റെബിലിറ്റി ഉള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. നോ. സം ആറ്റംസ് ഡു നോട്ട് യൂഷ്വലി കമ്പൈൻ ബിക്കോസ് ദേ ആർ ഓൾറെഡി സ്റ്റേബിൾ ആണെങ്കിൽ അവർ കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് കമ്പൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾസ്: ഹീലിയം, He, നിയോൺ. ഇവരൊക്കെ ആരാണെന്ന് നോക്കണം. പീരിയോഡ് ടേബിൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹീലിയവും നിയോണും ആർഗണും ഒക്കെ എവിടെയാ വരുന്നത്? 18th ഗ്രൂപ്പിലാണ് വരുന്നത്. അതായത് ഇവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ഇവരെ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നു. ദീസ് ആർ നോബിൾ ഗ്യാസസ് വിത്ത് കംപ്ലീറ്റ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഷെൽ. സോ ദേ റെയർലി ഫോം കോമ്പൗണ്ട്സ്. അവർക്ക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം
കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നതും ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള കാരണം എന്താ? അത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. ഇവർക്ക് ഓൾറെഡി സ്റ്റെബിലിറ്റി ഉണ്ട്, സ്റ്റേബിൾ ആണ്, അത് നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ പിന്നെ അവർക്ക് മറ്റ് ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് റെയർലി ഫോം കോമ്പൗണ്ട്സ്.